മെൽ ഫിഷറുടെ കഥ ലോകത്തിലെ ഏറ്റവും വലിയ നിധിവേട്ടയുടെ ചരിത്രമാണ്. ഇന്നായിരിക്കും ആ ദിവസം, ടുഡേസ് ദ ഡേ എന്ന വാചകം തന്റെ ജീവിതമന്ത്രമാക്കിയ ഒരു മനുഷ്യന്റെ 16 വർഷം നീണ്ട പോരാട്ടത്തിന്റെ കഥയാണിത്. 1960കളിൽ കാലിഫോർണിയയിലെ ചിക്കൻ ഫാം വിട്ട് ഫ്ലോറിഡയിലെത്തിയ മെൽ ഫിഷർ ചരിത്രകാരനായ യൂജിൻ ലിയോണിൽ നിന്നാണ് അറ്റോച്ച എന്ന കപ്പലിനെക്കുറിച്ച് അറിയുന്നത്. 1622 ഹവാനയിൽ നിന്ന് സ്പെയിനിലേക്ക് പോകും വഴി ചുഴലിക്കാറ്റിൽപ്പെട്ട് മുങ്ങിയ ഈ കപ്പൽ ഒരു നീന്തുന്ന ബാങ്ക് പോലെയായിരുന്നു. മെയിൽ ബോക്സ് എന്ന കണ്ടുപിടുത്തം കടലിനടിയിലെ മണൽ നീക്കി നിധി തിരയുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. ഇതിനായി മെൽ ഫിഷർ മെയിൽ ബോക്സ് എന്നൊരു ഉപകരണം വികസിപ്പിച്ചു. കപ്പലിന്റെ പ്രൊപ്പല്ലറിൽ നിന്നുള്ള വെള്ളം വലിയ പൈപ്പുകളിലൂടെ താഴേക്ക് വിട്ട് കടലിന്റെ അടിത്തട്ടിലെ മണൽ മാറ്റുന്ന സംവിധാനമായിരുന്നു ഇത്. ഇത് നിധിവേട്ടയുടെ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റമായിരുന്നു. അറ്റോച്ച 1622 ഫ്ലോറിഡ തീരത്ത് ചുഴലിക്കാറ്റിൽപ്പെട്ട് മുങ്ങിയ സ്പാനിഷ് കപ്പലായിരുന്നു ഫിഷറുടെ ലക്ഷ്യം. ഈ കപ്പലിൽ ടൺ കണക്കിന് സ്വർണവും വെള്ളിയും രത്നങ്ങളുമുണ്ടെന്ന് ചരിത്രരേഖകൾ പറഞ്ഞിരുന്നു. 16 വർഷത്തെ ദുരിതവും പോരാട്ടവും 1969 അദ്ദേഹം തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ നിധി കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. സാമ്പത്തിക തകർച്ച, നിധി തിരയാൻ പണമില്ലാതെ അദ്ദേഹം പലതവണ ബുദ്ധിമുട്ടി. ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചാണ് അദ്ദേഹം മുന്നോട്ടു പോയത്. 1975 തിരച്ചിൽ ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചെറിയ ചില നാണയങ്ങളല്ലാതെ വലിയ നിധിയൊന്നും കിട്ടിയിരുന്നില്ല. ഇതിനിടയിലാണ് 1975 വലിയൊരു ദുരന്തം സംഭവിക്കുന്നത്. തിരച്ചിൽ ബോട്ടിലുണ്ടായിരുന്ന മെൽ ഫിഷറുടെ മൂത്ത മകൻ ഡിർക്ക് ഫിഷറും മരുമകൾ ഏഞ്ചലും മറ്റൊരു ജീവനക്കാരനും ബോട്ട് മറിഞ്ഞു മരിച്ചു. ഈ ആഘാതത്തിൽ തളർന്നുപോയ മെൽ ഫിഷറെ എല്ലാവരും പിന്തിരിപ്പിക്കാൻ നോക്കി. എന്നാൽ തന്റെ മകൻ ആഗ്രഹിച്ച ലക്ഷ്യം പൂർത്തിയാക്കാൻ അദ്ദേഹം വീണ്ടും കടലിലേക്കിറങ്ങി. ഭ്രാന്തൻ എന്ന് വിളിച്ച് പലരും അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം തന്റെ ടീമിനോട് പറയുമായിരുന്നു, ഇന്നായിരിക്കും ആ ദിവസം. 1985 ജൂലൈ 20 മെൽ ഫിഷറുടെ മറ്റൊരു മകൻ കെയ്ൻ ഫിഷർ റേഡിയോയിലൂടെ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, പുട്ട് അവേ ദ ചാർട്ട്സ്, വീവ് ഫൗണ്ട് ദ മദർ ലോഡ്. മാപ്പുകൾ മാറ്റിവെക്കൂ, നമ്മൾ പ്രധാന നിധിശേഖരം കണ്ടെത്തിയിരിക്കുന്നു. അവസാനം 16 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 1985 അദ്ദേഹം ആ അത്ഭുതം കണ്ടെത്തി. സമുദ്രത്തിനടിയിൽ വെള്ളിയുടെ കട്ടകൾ, സിൽവർ ബാസ് കുന്നുകൂടി കിടക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ കെയ്ൻ കണ്ടെത്തി. നിധിയിലുണ്ടായിരുന്നത് 40 ടൺ സ്വർണവും വെള്ളിയും, 1,14,000 സ്പാനിഷ് വെള്ളി നാണയങ്ങൾ, വിലമതിക്കാനാവാത്ത മരതകങ്ങൾ, എമറൽഡ്സ്, പ്രശസ്തമായ അറ്റോച്ച സ്റ്റാർ ഉൾപ്പെടെ. ഇതിന്റെ ആകെ മൂല്യം ഏകദേശം $450 മില്യൺ, ഏകദേശം 3700 കോടി രൂപയായിരുന്നു. സ്വർണ്ണച്ചങ്ങലകൾ, വളരെ നീളമുള്ളതും ഭാരമേറിയതുമായ സ്വർണ്ണച്ചങ്ങലകൾ. ഇവ നികുതി വെട്ടിക്കാനായി ആഭരണങ്ങളാക്കി മാറ്റിയ നിലയിലായിരുന്നു. നിധി കണ്ടെത്തിയ ഉടൻ തന്നെ ഫ്ലോറിഡ ഗവൺമെന്റ് അതിൽ അവകാശവാദം ഉന്നയിച്ചു. തങ്ങളുടെ തീരത്തുനിന്ന് കിട്ടിയ നിധിയിൽ 25% വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. മെൽ ഫിഷർ വിട്ടുകൊടുത്തില്ല. കേസ് അമേരിക്കൻ സുപ്രീം കോടതിയിലെത്തി. ഒടുവിൽ കോടതി വിധി ഫിഷർക്ക് അനുകൂലമായിരുന്നു. നിധി കണ്ടെത്തിയവന് അത് സ്വന്തമാക്കാം.